കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചു. ഇന്നൊരു പവൻ സ്വർണത്തിന് 2200 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇത്രയും ഉയർന്ന വർധന ഒരു ദിവസം രേഖപ്പെടുത്തുന്നത് അപൂർവമാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. ഇതോടെ ജുവല്ലറികളിൽ പുതിയ സ്വർണത്തിന്റെ വിൽപ്പന ഇടിയുമെന്ന് ഉറപ്പായി. അന്താരാഷ്ട്ര സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ വില കൂടാനുള്ള കാരണം. ഡോളർ മൂല്യം ഇടിയുകയാണ്. ഇന്ത്യൻ രൂപ താരതമ്യേന കരുത്ത് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നിലവിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3485 വില. ഇത് $3500 കടന്ന് കുതിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 12 ദിവസത്തിനിടെ $560 കൂടിയിരിക്കുന്നത്. കേരളത്തിൽ ഇന്നൊരു ഗ്രാം സ്വർണത്തിന് 275 രൂപയും ഒരു പവന് 2200 രൂപയുമാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ ഗ്രാം സ്വർണ്ണവില 9290 രൂപയും പവൻ വില 74,320 രൂപയുമായി. 24 കാരറ്റ് സ്വർണം 1 കിലോഗ്രാമിന് 1 കോടി രൂപയ്ക്ക് മുകളിലായി. 10 ഗ്രാമിന് ആദ്യമായി 1 ലക്ഷമായി ഉയർന്നു. 22 കാരറ്റ് സ്വർണം രണ്ടാഴ്ചക്കിടെ 8520 രൂപയായാണ് വർദ്ധിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചക്കിടെ ഇത്രയും വലിയ വർധന സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7650 രൂപയാണ് ഇന്ന് നൽകേണ്ടത്. വെള്ളിയുടെ വില ഗ്രാമിന് 109 രൂപയിൽ തന്നെ നിൽക്കുന്നു. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞെട്ടലുണ്ടാക്കുന്ന കണക്കാണ് വിപണിയിൽ നിന്നുള്ളത്. അതേസമയം സ്വർണം വിൽക്കാൻ കൊതിക്കുന്നവർക്ക് ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 80,000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. അതുകൊണ്ട് തന്നെ പുതിയ സ്വർണ്ണ വിൽപ്പന കുറയാനാണ് സാധ്യത. അക്ഷയ തൃതീയ ദിവസം പലരും സ്വർണം വാങ്ങാറുണ്ട്. കേരളത്തിലെ ജുവല്ലറി വ്യാപാരികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക വിൽപ്പന മേളയും സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ വില കുതിച്ച സാഹചര്യത്തിൽ പ്രതീക്ഷിച്ച വിൽപ്പന നടക്കാൻ സാധ്യതയില്ല. വിവാഹ ആവശ്യങ്ങൾക്ക് 20-30 പവൻ വാങ്ങിയിരുന്നവരെല്ലാം ഇപ്പോൾ 10 പവനിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. പഴയ സ്വർണം മാറ്റി പുതിയത് വാങ്ങുന്ന പ്രവണതയും വർദ്ധിച്ചു. ഇതെല്ലാം ആഭരണ നിർമ്മാണ രംഗത്തെ ക്ഷീണിപ്പിക്കും. അതേസമയം നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവർക്ക് നേട്ടം കൊയ്യാം. കരുതൽ ധനമെന്ന നിലയിൽ സൂക്ഷിക്കുന്നവരും സ്വർണം വാങ്ങുന്നത് തന്നെ തുടരും. ബാറായും കോയിനായും സ്വർണം വാങ്ങുന്നവർക്ക് പക്ഷേ സ്വർണ്ണ പണയത്തിന് ഇവ ഉപയോഗിക്കാൻ സാധിക്കില്ല. 22 ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ മാത്രമാണ് പണയത്തിന് വേണ്ടി ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സ്വീകരിക്കുക. എല്ലാ വർഷവും സ്വർണ്ണ വായ്പ പൂർണ്ണമായും തിരിച്ചടയ്ക്കണം എന്ന നിബന്ധനയും റിസർവ് ബാങ്ക് കൊണ്ടുവരികയാണ്. ഇതോടെ പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കുന്ന രീതി നടക്കുകയില്ല. സ്വർണം കയ്യിലുള്ളവർക്ക് വില കൂടുന്നത് സന്തോഷകരമാണ്. കാരണം 2000-ൽ ഒരു പവൻ സ്വർണത്തിന് 4000 രൂപയായിരുന്നു വില. 2010-ൽ 20,000-ൽ താഴെയായിരുന്നു. 2020-ൽ കോവിഡ് കാലത്താണ് അതിവേഗ സ്വർണ്ണ വില കൂടിയത്. പഴയ സ്വർണം വിൽക്കുമ്പോൾ വലിയ ലാഭമാണ് ഇപ്പോൾ കിട്ടുക. 1500 രൂപയ്ക്കും 3000-നും ഇടയിലുള്ള തുക കുറച്ചുള്ള സംഖ്യ ഒരു പവൻ സ്വർണത്തിന് ലഭിക്കും. ഈ മാസം മാത്രം 8500 രൂപയിലധികം വില കൂടി എന്നത് സ്വർണത്തിന്റെ കുതിപ്പ് വ്യക്തമാക്കുന്നതാണ്. നിക്ഷേപമായി കരുതുന്നവർ മാത്രം സ്വർണം വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഇത് മാറ്റും.